അപ്പോൾ ബിഗ് ബോസിൻ്റെ 18th എപ്പിസോഡ് ഇന്ന് എയർ ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ തന്നെ പ്രോമോവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം തന്നെ ഇന്ന് എന്തോ വലിയൊരു സംഭവം ഹൗസിൽ നടക്കാൻ പോവുകയാണെന്ന് പ്രേക്ഷകർക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു തീപ്പൊരി എപ്പിസോഡായിരുന്നു. അതായത് കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഒരു റിയൽ സെൽഫ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പം പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ടസ്റ്റൻസിനെ ഇവർ വീട്ടിലുള്ള ആൾക്കാർ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം അയച്ചതെന്ന് പറഞ്ഞാൽ ആദില ആൻഡ് നൂറേനെയാണ്. നമ്മൾ പ്രോമോ ഒക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സെപ്പറേറ്റഡ് ആയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവരാരെങ്കിലും എവിക്റ്റഡ് ആയിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും മാറി നിൽക്കുകയാണോ, അങ്ങനെയുള്ള ഒട്ടനവധി സംശയമാണ് ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിപ്പിച്ചത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 750 പോയിന്റിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് ആദ്യം തന്നെ ഇവരൊക്കെ ഫെയിലായി. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ കാണാം, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് 750 പോയിൻറ്റ്സിന് ഫുഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് എടുക്കാം. അങ്ങനെയുള്ളൊരു സാധനമാണ് കൊടുത്തത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇമോഷണലി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഫാമിലിയെ കാണാമെന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ വെച്ചൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ അത് 11ാം വീക്കിലോ 12ാം വീക്കിലോ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും ഈ കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ഉണ്ടാവുമോ എന്ന് വരെ അറിയില്ല. പക്ഷേ ഇവർ ഇമോഷണലി ഒറ്റ ഒരു സൈഡ് മാത്രമേ ചിന്തിച്ചിരിക്കുന്നുള്ളൂ. അത് രനയ്ക്കും പിന്നെ ആപ്പാനി ശരത്തിനും പിന്നെ വേറെ രേണുവിനും വേണ്ടി വീട്ടിൽ നിന്ന് വന്ന് കാണാമെന്നുള്ള കാര്യം ഇവർ സെലക്ട് ചെയ്തു. അത് കൊണ്ടുപോയിട്ട് ഇവർ തൊലച്ചു. പക്ഷേ ആദില നൂറ നല്ല മനസ്സാണെന്നുള്ളൊരു സംഭവം നമ്മൾ എല്ലാ എപ്പിസോഡ് കാണുമ്പോൾ ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഇതുവരെ ഒരു കുത്തിത്തിരിപ്പോ നെഗറ്റിവിറ്റിയോ അങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ ഇവരുടെ അടുത്ത് കൂടി പോകുന്നതില്ല. അവിടെ ഉള്ള ആൾക്കാരിൽ വെച്ചിട്ട് എത്രയോ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് എസ്പെഷ്യലി തോന്നിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ആദ്യം ചിന്തിച്ചുള്ളൂ. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഹൗസിൽ തന്നെ വന്നിട്ട് ആകെ 10-15 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഫാമിലിയെ കാണേണ്ട ആവശ്യമൊന്നും എന്തായാലും ഇല്ല. ഇതിവിടെ കളിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമോഷണൽ സൈഡ് കാണിക്കേണ്ട ആവശ്യം അതിലുള്ള ആർക്കും ഇല്ല. അവരാരും നോ പറയുന്നതും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. അതായത് ഇത് പോയി എന്ന് ഇവരെല്ലാവരും അറിഞ്ഞതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു പണിയായിരിക്കും എന്ന് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ ഹൗസിലുള്ള ആൾക്കാരെല്ലാവരും സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെയും ആര്യനെയും ജിസലിനെയും ആണ്. അതായത് ഒരു പേടിയും ഇല്ലാത്ത ആൾക്കാരെ അയക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇവർ മൂന്നാളെയും സെലക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ വോട്ട് ഇവർക്ക് മൂന്നാക്കുമാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പണിപ്പുര ടാസ്കിൻ്റെ 1000 പോയിൻ്റ് ആയിരുന്നു ഈ ഒരു സംഭവത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനീഷിന് ഈ നിമിഷം തൊട്ട് മിണ്ടാതിരിക്കാൻ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന വരെ എന്നാണ് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യം. അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇവരെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ബിഗ് ബോസ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസാണ് ഓനിയിൽ ലേറ്റർ പറയുന്നുണ്ടായിരുന്നത്. കാരണം ബിഗ് ബോസിൽ ഇവർ ഈ കണ്ടസ്റ്റൻറ്റ് സംസാരിക്കാൻ പിന്നെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലെങ്കിൽ എങ്ങനെയാണ് ഷോ മുന്നിലോട്ടേക്ക് പോവുക. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നം ആര്യനെ കിട്ടിയിരുന്നതെന്ന് വെച്ചാൽ ജിസലിനാണ് ആക്ച്വലി അത് കിട്ടിയത്. മുട്ട അടിക്കുക, എന്നിട്ട് 1000 പോയിൻ്റ് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അതവർ സ്വാപ്പ് ചെയ്തു. ആര്യൻ അതിനെ കൊടുത്തു. ആര്യൻ ചെയ്യേണ്ടിരുന്ന ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞ സാധനം ജിസൽ ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും മുട്ട അടിക്കാൻ പോകുന്ന സംഭവം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആര്യം പറഞ്ഞു ഞാൻ ചെയ്യില്ല, എൻ്റെ ഗ്ലാമർ പോവും, ഞാൻ രൺബീർ കപൂറാണ്, അങ്ങനെയാണ് എല്ലാവരും എന്നെ കണക്ട് ചെയ്യുന്നതെന്നൊക്കെ സ്വന്തമായിട്ട് ഈ മീഷോ എന്ന് വാങ്ങിച്ച ആര്യം സ്വന്തമായിട്ട് ആര്യം നമ്മുടെ രൺബീർ കപൂർക്ക് ആയിട്ടാണ് ചിന്തിക്കേണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പാനി അവിടെ പറഞ്ഞൊരു കാര്യം, മുട്ട അടിച്ചാൽ നീ സ്റ്റാർ ആവുന്നത്. അത് ആക്ച്വലി നടക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ മുട്ട അടിച്ചിട്ട് ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ ഒരു വില്ലൻ സൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹെവി സൈഡ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ ആ മനുഷ്യൻ അവിടെ ഉറപ്പിക്കായിരുന്നു വിജയം. കപ്പ് ഉയർത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് മാറാനുള്ള ഒരു 95% ചാൻസും ആ ഒരു മുട്ട അടിച്ച് ഇറങ്ങി വരുന്ന ഒരു സ്റ്റാർട്ടത്തിലോട്ടേക്ക് നടന്നു കയറാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നീൽ പറഞ്ഞതുപോലെ അത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഓക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ട്രിമ്മർ കൊടുത്ത് അത് അവിടെ ചിലപ്പോൾ ബിഗ് ബോസ് അവസാനിപ്പിക്കാനുള്ള ചാൻസും വലിയ രീതിയിൽ കാണുന്നുണ്ട്. കാരണം മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അനീഷിന് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ജസ്റ്റ് ഇവരുടെ ഡെസിഷൻ എത്രത്തോളം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പം ബിഗ് ബോസ് അങ്ങനെ ഒരു പണി വെച്ചത്. കാരണം ആഫ്റ്റർ ഓൾ ഈ സീസൺ മുഴുവൻ 7 പണികളാണ് ഓരോരോ ലെവലിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൊള്ളായിരുന്നു. ഇതാണ് ഇന്ന് നടന്ന മെയിനായിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആര്യനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ അഭിലാഷൊക്കെ കുതിച്ച് ചാടി വന്നു. അതുപോലെ അക്ബർ അടിയായി. അങ്ങനെ എല്ലാവരും അനീഷിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൻ രീതിയിലുള്ള വാക്ക് തർക്കമായിരുന്നു. കാരണം അനീഷ് ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം ഡിസ്കഷന് കൂടി വായി തുറന്നിട്ടില്ല.
മിണ്ടിയേയില്ല. കാരണം അനീഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പണി ഇതുപോലെ വരുമെന്ന് ഇവർക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം പുള്ളി ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ഒരാളല്ല. ബാക്കി ആൾക്കാരൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അനീഷിന് കയ്യിൽ നിർത്താൻ പറ്റൂല. പുള്ളിക്ക് തോന്നുന്ന കാര്യം മാത്രമേ പുള്ളി ചെയ്യൂ എന്നുള്ളൊരു കാര്യം ഇവർ കണ്ടസ്റ്റൻസ് ഇത്രയും ദിവസം ഒന്നെങ്കിൽ അവരുടെ കൂടി നിന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. അപ്പോൾ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് കൊളാക്കി എന്ന് പറയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് പോയത്. എന്തായാലും ഒരു ഇമ്പാക്റ്റും ആര്യൻ ഇതിൽ നിന്നും കിട്ടിയിട്ടുമില്ല. മറ്റുള്ള കണ്ടസ്റ്റൻസ് തല മൊട്ടയടിക്കാൻ തയ്യാറായി തന്നെ എത്രയോ ആൾക്കാർ നിന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ആദില നൂറ ചെയ്ത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടോ? കമൻറ്റ് ഡൗൺ ബിലോ.